വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ 2026 മാർച്ച് മാസം വരെ PSC കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരത് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി. ആൻസർ ഓപ്ഷൻ സി ആണ്, റഷ്യയാണ്. റഷ്യയിൽ വെച്ചാണ് ആദ്യത്തെ ബ്രിക്സ് യുവജനോത്സവം നടന്നത്. 2025 ആദ്യത്തെ ബ്രിക്സ് യുവജനോത്സവം നടന്നത്. ഓക്കെ, റഷ്യയിലെ കസാനിൽ വെച്ചാണ്. അപ്പോൾ 2025 ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദിയായിരുന്നു റഷ്യ. എന്നാൽ 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? അത് ബ്രസീലിൽ വെച്ചാണ്. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് 2025 ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. അപ്പോൾ 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 ബ്രിക്സ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഓക്കെ, ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ എ ആണ്, നവി മുംബൈ ആണ്. നവി മുംബൈ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഓപ്ഷൻ സി ആണ്, ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആരാണ്? ഷാജി എൻ കരുണാണ്. ഷാജി എൻ കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അപ്പോൾ 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് ശാരദയാണ്. പ്രശസ്ത നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് 2024 ആണ്. ഓക്കെ, 2024 JC ഡാനിയൽ പുരസ്കാരം ശാരദയ്ക്കാണ് ലഭിച്ചത്. അടുത്തത് 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോഹൻലാലിനാണ്. മോഹൻലാലിനാണ് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്ത്? മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിനാണ് വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ലയാണ്. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആണ്. അടുത്തത് 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? അപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് ആരായിരുന്നു? അത് ജസ്പ്രീത് ബുംറ ആയിരുന്നു. പ്ലെയർ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറയും പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയുമായിരുന്നു.
ഓക്കെ, പ്ലെയർ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറ ആയിരുന്നു. പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി ആയിരുന്നു. അടുത്തത് 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. 2023 നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1. യോൺ ഫോസെ സാഹിത്യം നോർവീജിയൻ നാടകകൃത്ത്. അപ്പോൾ 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് യോൺ ഫോസയ്ക്കാണ്. അദ്ദേഹം നോർവീജിയൻ നാടകകൃത്തായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 2. നർഗീസ് മുഹമ്മദി സമാധാനം ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. അപ്പോൾ 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്ക് തന്നെയാണ്. എന്നാൽ ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തകയല്ലായിരുന്നു, ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു നർഗീസ് മുഹമ്മദി. ഓക്കെ, 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച നർഗീസ് മുഹമ്മദി ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം US സാമ്പത്തിക ശാസ്ത്രജ്ഞ. അത് ശരിയാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ്. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയായിരുന്നു ക്ലൗഡിയ ഗോൾഡിൻ. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗ. അടുത്തത് ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ലിയോ 14 ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. അടുത്തത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആര്? അതായത് ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ലിയോ 14 ഓക്കെ, ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ, അതായത് ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. അടുത്തത് 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രിട്ടൻ ആണ്. കെൻഡൻ കൂൾ ബ്രിട്ടീഷുകാരനാണ്. അടുത്തത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആര്? ആരാണ്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. അടുത്തത് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആര്? 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, മറിയ കൊറീന മാച്ചാഡോ ആണ്. മറിയ കൊറീന മാച്ചാഡോ. അടുത്തത് 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. ഓക്കെ, ബ്രസീലാണ്. അപ്പോൾ 2025 G20 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2025 G20 ഉച്ചകോടി നടന്നത്. അപ്പോൾ 2026 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അമേരിക്കയിലെ മയാമിയിൽ വെച്ചാണ് 2026 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത്. അടുത്തത് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആനോയാണ്. ആനോ. അപ്പോൾ ആനോ എന്ന നോവൽ എഴുതിയത് ആരാണ്? അത് GR ഇന്ദുഗോപനാണ്. ഓക്കെ, GR ഇന്ദുഗോപനാണ് ആനോ എന്ന നോവൽ എഴുതിയത്. അടുത്തത് താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക.
2025 ഊർജ്ജതന്ത്രത്തിന് ഫിസിക്സിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോൺ എം മാർട്ടിനസ് ആണ്. ജോൺ എം മാർട്ടിനസ്. അപ്പോൾ 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോററ്റ്. ഓക്കെ, ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്ക് സേവന നികുതി അഥവാ GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 12%, 28%. 12%, 28%. പരിഷ്കരണത്തിന്റെ ഭാഗമായി GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. വിജയ് കിഷോർ രഹത്കർ. താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? ഓപ്ഷൻ ഡി ആണ്, കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഓക്കെ, ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അടുത്തത്, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. ദീപാവലി. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ വെച്ചാണ് 2026 G7 ഉച്ചകോടി നടക്കുന്നത്. അടുത്തത്, സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, RBI ഡാറ്റയാണ്. RBI ഡാറ്റ. അടുത്തത്, 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ, ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്ലാക്ക് ഹോളുകളുടെ ലയനം. അപ്പോൾ 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ അഥവാ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹോളുകളുടെ ലയനം എന്ന പ്രതിഭാസത്തിലൂടെയാണ്. അടുത്തത്, 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവരൊന്നുമല്ല എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം നിലവിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, നിലവിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ആരുമില്ല. അടുത്തത്, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ? 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണി. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലും ആർ വെങ്കിട്ടരമണിയാണ്. അടുത്തത്, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്? 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ജ്ഞാനേഷ് കുമാറാണ് 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാറാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭാ സ്പീക്കർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പറവൂർ ആണ്. പറവൂർ.
കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ് ശ്രീ കെ മുരളീധരൻ ആണ്. കെ മുരളീധരൻ. അടുത്തത് റിപ്പീറ്റഡ് ആണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? ഏതാണ്? പറവൂർ ആണ്. പറവൂർ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? പറവൂർ ആണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ സി ആണ് എ കെ ബാലസുബ്രഹ്മണ്യൻ ആണ്. എ കെ ബാലസുബ്രഹ്മണ്യൻ. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് ഏതാണ്? അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ പെയിൻറ്റിംഗ് ഏതാണ്? ഓപ്ഷൻ സി ആണ് യശോദയും കൃഷ്ണനും. യശോദയും കൃഷ്ണനും. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി ആണ് കെ ജി ശങ്കരപ്പിള്ളയാണ്. കെ ജി ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ് എ പി അനിൽകുമാർ ആണ്. എ പി അനിൽകുമാർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ഓപ്ഷൻ സി ആണ് മമ്മൂട്ടി. അടുത്തത് ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലഹരിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ വി നാരായണൻ ആണ്. ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? അപ്പോൾ നിസാർ എന്ന് പറയുന്നത് നാസയുടെയും ISROയുടെയും സംയുക്ത ദൗത്യമാണ്. നാസയുടെയും ISROയുടെയും സംയുക്ത ദൗത്യമാണ് നിസാർ. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ സി ആണ് 21 ലക്ഷം കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്. 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യത്തെ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി ആണ് UAE. UAEയിൽ നിന്നുള്ള യാത്രക്കാരനാണ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി ആണ്. നെഗ്ലേറിയ ഫൗലേറി ആണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെ? എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത്. സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം. സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം.
ആൻസർ ഓപ്ഷൻ എ ആണ് ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്. ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാടാണ് സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം. ആൻസർ ഓപ്ഷൻ ഡി ആണ് കാലാവസ്ഥാ നിരീക്ഷണമാണ്. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അപ്പോൾ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചതെന്നാണ് 2025 ഫെബ്രുവരി 17. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം. ആൻസർ ഓപ്ഷൻ എ ആണ് പി മാളവികയാണ്. പി മാളവിക. അടുത്തത് അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് 2026 ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ 2026 അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2023 ഏപ്രിലാണ്. ഏപ്രിൽ 2023. അടുത്തത് COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെയാണ് ലോസ് ആൻഡ് ഡാമേജ് എന്നത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നിക്കൽ സിൽവർ. നിക്കൽ സിൽവർ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ നാണയം നിർമ്മിച്ചിരിക്കുന്നത്. 2026 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. ഓപ്ഷൻ ഡി ആണ് ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയാണ്. ഇറ്റലി മിലാനോ കോർട്ടിന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ് 2026 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ എന്നാണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. NDC. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം? ഓപ്ഷൻ ഡി ആണ് ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ ആണ്. ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം. ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്, PR ശ്രീജേഷ് ആണ്. താഴെ പറയുന്നവയിൽ ശരി ഏത്? 1. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ആ പ്രസ്താവന ശരിയാണ്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത്. അപ്പോൾ അത് ശരിയാണ്. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് R വൈരമുത്തുവിനാണ്. ഓക്കെ, തമിഴ് കവിയായിട്ടുള്ള R വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 3. E. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. അത് ശരിയാണ്. അപ്പോൾ 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛനാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 4. R. രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. അത് തെറ്റാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. R. രാജശ്രീയുടെ നോവലായ ആത്രേയകത്തിന് പത്മപ്രഭ പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.